ഓക്കെ, അപ്പോൾ അഷിക കുട്ടി നമ്മളെന്താണ് ഈ ഒരു ക്വസ്റ്റ്യനാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് നമ്മളെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ എന്താണ് ലിമിറ്റ്സിൻ്റെ ഒരു ഭാഗമാണ്. എന്തായാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. കാരണം അത് നല്ല ബുദ്ധിമുട്ടുണ്ട്, എളുപ്പമല്ല. അപ്പോൾ ഇതാ ഈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ പ്ലസ് 2x. കാണുമ്പോൾ തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ പോലെ ഉണ്ട്. നമ്മൾ പൊതുവെ എന്താ ഈ എക്സിന് ആ ലിമിറ്റിംഗ് വാല്യൂ ഇട്ട് കൊടുക്കും. നമുക്ക് എന്തായാലും ഇതിന് എവിടെയുള്ള എക്സ് ആണെന്നുണ്ട് അവിടെയെല്ലാം 1 ഇട്ട് കൊടുത്തില്ലെന്ന് സംഭവിക്കും. നമുക്ക് നോക്കി നോക്കാമല്ലോ. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ 1 മൈനസ് 2 ഡിവൈഡ് ബൈ 1 സ്ക്വയർ മൈനസ് 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 ക്യൂബ് മൈനസ് 3 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1. ഇതെല്ലാം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? 1 മൈനസ് 2 മൈനസ് 1. ഈ 1 മൈനസ് 1 ഇവിടെ 0 ആയി. മൈനസ് 1 ഡിവൈഡ് ബൈ 1 ക്യൂബ് എന്ന് പറയുമ്പോൾ 1 മൈനസ് 3, കാരണം ഇതെന്താ 3 ഇൻറ്റു 1 സ്ക്വയർ എന്തായാലും 3 ആണ്, പ്ലസ് 2 ഇൻറ്റു 1 2. അപ്പോൾ ഈ മൈനസ് 1 മൈനസ് 3 എന്ന് പറയുന്നത് മൈനസ് 2 ആണ്. ആ മൈനസ് 2 പ്ലസ് 2 എന്താവും? ഇതും 0 ആയിപ്പോൾ. അപ്പോൾ ഇതും 1/0 ഇതും 1/0. അപ്പോൾ ലൈക്കിനോ ഇതെന്ത് മാറി? ഈ 1/0 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. ഇത് ആക്ച്വലി എന്താണ്? ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ് ഇത് ആക്ച്വലി എന്താണ്? ലൈക്ക് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി, അതായത് ഇതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോമായി ഇപ്പോൾ. ആക്ച്വലി 7 ഇൻഡിറ്റർമിനേറ്റ് ഫോം ഉണ്ട്. അതായത് 1 റൈസ് ടു ഇൻഫിനിറ്റി, 0 ഇൻറ്റു ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി, ഇതെല്ലാം 0 ഡിവൈഡ് ബൈ 0, ഇങ്ങനെല്ലാം പറയുന്ന കുറേ ഫോംസ് ഉണ്ട്. അതിൽ 7 ഫോംസിൽ ഒരു ഫോമാണ് ഈ പറഞ്ഞ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ എന്തോ ഒരു പ്രശ്നക്കാരനുണ്ട് നമ്മളെ ഇടങ്ങാറാക്കുന്നത് ഡിനോമിനേറ്ററിൽ. കാരണം ഡിനോമിനേറ്ററിൽ ഇത് ഇട്ട് കൊടുക്കുമ്പോഴാണ് സാധനം 0 ആയിട്ട് പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനൊന്ന് ഫാക്ടറൈസ് ചെയ്തിട്ട് ആ പ്രശ്നക്കാരനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. നമുക്കെല്ലാം ചെയ്ത് നോക്കാം. ഇത് ഞാനെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ, ഇത് ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ, ഇത് ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ. അപ്പോൾ ലിമിറ്റ് ഇങ്ങനെ തന്നെ എഴുതണം. നമ്മൾ ഒരിക്കലും ഈക്വൽ ടു എന്ന് എഴുതരുത്. എപ്പോഴും ആ ലിമിറ്റ് നമുക്ക് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതരുത്. അപ്പോൾ ഇതാ എക്സ് മൈനസ് 2 ഇൻറ്റു ഈ വലിയ എക്സ്പ്രഷന് എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ പ്ലസ് 2x, പിന്നെന്താ ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ. അപ്പോൾ മൈനസ് 1 ഇൻറ്റു ഈ സാധനം എന്ന് പറയുന്നത് അതന്നെ എക്സ് സ്ക്വയർ മൈനസ് എക്സ്, അപ്പോൾ ഡിവൈഡഡ് ബൈ ഇത് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ പ്ലസ് 2x. നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി എന്ത് ചെയ്യുക? ഇത് നമുക്ക് ഇതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇതിലേക്ക് പോയി, ഇതിലേക്ക് പോയി, ഇതിലേക്ക് പോയി, ഈ -2 ഇതിലേക്ക് വന്ന് ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കെല്ലാം ചെയ്ത് നോക്കാം. ലിമിറ്റ് ഈ തൽക്കാലത്തേക്ക് ഇതിൽ തന്നെ ഇരിക്കട്ടെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് എന്ന് പറയുന്നത് എക്സ് റൈസ് ടു 4, എക്സ് ഇൻറ്റു മൈനസ് 3x സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് 3x ക്യൂബ്, എക്സ് ഇൻറ്റു 2x എന്ന് പറയുന്നത് പ്ലസ് 2x സ്ക്വയർ. അതേപോലെ -2 ഇൻറ്റു എക്സ് ക്യൂബ് എന്ന് പറയുന്നത് -2x ക്യൂബ്, പിന്നെ -2 ഇൻറ്റു മൈനസ് 3x സ്ക്വയർ എന്ന് പറയുന്നത് പ്ലസ് 3x സ്ക്വയർ. ഇതെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റെപ്പ് ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുക. -2 ഇൻറ്റു പ്ലസ് 2x എന്ന് പറയുമ്പോൾ -4x. പിന്നെ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു മൈനസിൽ ഈ മൈനസ് ബ്രാക്കറ്റ് ഉള്ളിലേക്ക് പോട്ടെ. അപ്പോൾ എന്താ? ഇത് മൈനസ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എക്സ്, പിന്നെന്താ എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ പ്ലസ് 2x. ഇങ്ങനെയാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരേപോലത്തെ ടേംസ്, ഇവിടെ ഒരു എക്സ് ക്യൂബ്, ഇവിടെ ഒരു എക്സ് ക്യൂബ് കാണുന്നുണ്ട്, ഇവിടെ ഒരു എക്സ് സ്ക്വയർ, ഈ എക്സ് സ്ക്വയർ, ഇവിടെ ഒരു എക്സ്, ഇവിടെ ഒരു എക്സ്, പിന്നെ ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഈ ഒരേപോലത്തെ ടേംസിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒന്നിക്കൽ ആഡ് ചെയ്യണം, അല്ല സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ അതിനാണ് കാര്യം ചെയ്യണം. അപ്പോൾ എന്താ ഈ എക്സ് റൈസ്ഡ് 4 വേറെ കൂട്ടാളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എക്സ് റൈസ്ഡ് 4. പിന്നെ ഇവിടെ എന്തുണ്ട്? -3x ക്യൂബും ഉണ്ട്, -2x ക്യൂബും ഉണ്ട്. അതായത് -3 -2 ഇൻറ്റു എക്സ് ക്യൂബ്, അതായത് -3 ചക്ക -2 ചക്ക എത്രയാണ്? -5 ചക്ക, -5x ക്യൂബ്. പിന്നെ 2 ചക്ക പ്ലസ് 6 ചക്ക ആയിക്കല്ലോ എത്രയാണ്? 8 ചക്ക. ആ ചക്കേൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ മതി. അതേപോലെ -4x, ഓക്കെ സോറി 8x സ്ക്വയർ അല്ല. പിന്നെ എന്തുണ്ട്? ഇവിടെ ഒരു മൈനസ്, അതായത് നമ്മൾ 2 ചക്ക എടുത്ത് 6 ചക്ക എടുത്ത് അതൊന്നൊരു ചക്ക കുറച്ച്, അപ്പോൾ എത്ര ചക്ക? 7 ചക്ക. അപ്പോൾ എന്താ? 7x സ്ക്വയർ. പിന്നെ എന്തുണ്ട്? -4x പ്ലസ് എക്സ്, അതായത് -4 ചക്കയും പിന്നെ പ്ലസ് 1 ചക്കയും. അപ്പോൾ എത്ര? -3 ചക്ക. അപ്പോൾ എന്താ? -3x ആണ്. ഇതിങ്ങനെ വന്നേ ഇങ്ങനെ നമ്മൾ ഇനി ഇവിടുന്ന് നമ്മൾ പിന്നോട്ടില്ല. ഇനി എന്താ? എക്സ് സ്ക്വയർ -x ഇൻറ്റു എക്സ് ക്യൂബ് -3x. ഇത് അത്യാവശ്യം കുറച്ച് ലെങ്തി കാൽക്കുലേഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് ക്വസ്റ്റിനെ നേരിട്ടില്ലെങ്കിൽ കാര്യം നടക്കില്ല.
മാത്സിൻ്റെ ഒരു പ്രത്യേകത ചില ക്വസ്റ്റ്യൻസിനെല്ലാം ഇറ്റ് റിക്വയർസ് അൾട്ടിമേറ്റ് ഡെഡിക്കേഷൻ ആൻഡ് പേഷ്യൻസ്. എക്സ്റ്റെൻസ് ടു 1 ഒരു കാര്യം ചെയ്ത് ഇതിൽ ഞാൻ എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത്. അപ്പോൾ ഇവിടെ എന്താ ബാക്കിയില്ല, എക്സ് റേസ്റ്റ് 4 എക്സ് ക്യൂബ് മൈനസ് 5x ക്യൂബിൽ 5x സ്ക്വയർ ബാക്കി, പിന്നെ പ്ലസ് 7x സ്ക്വയറിൽ 7x ബാക്കി, പിന്നെ ഒരു -3x -3 ബാക്കി. ഇതും ഞാൻ താഴെ നിന്ന് ഞാൻ എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത്. എക്സ് ഇൻറ്റു ഇതിലിപ്പോൾ എന്താ ബാക്കിയുള്ളത്, എക്സ് -1 ഇൻറ്റു എന്താ ഇവിടെ അതേപോലെ തന്നെ എഴുതി എക്സ് ക്യൂബ് -3x സ്ക്വയർ പ്ലസ് 2x. അപ്പോൾ ഇവിടുത്തെ ഒരു എക്സും എക്സും ക്യാൻസൽ ആയി. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എന്താണ് എക്സ് ക്യൂബ്. ഇതിന് നമ്മൾ ആക്ച്വലി ഫാക്ടറൈസ് ചെയ്ത് എഴുതുമ്പോൾ ഇത് ആക്ച്വലി ഒരു ഫാക്ടർ വരും x-1 ഇൻറ്റു എന്താണ് എക്സ് സ്ക്വയർ -4x എന്താണ് +3. അത് ആക്ച്വലി എന്താണ് ഇത് ആക്ച്വലി ഒരു ക്യൂബിക് ഇക്വേഷൻ എന്താണ് ക്യൂബിക് ഇക്വേഷൻ്റെ ഫാക്ടർ ആക്കുന്നത്. അത് എന്താണ് പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, അത് കുറച്ച് പഠിക്കണം അതിനെ പറ്റിയിട്ട്. അത് ഇങ്ങനെയാണ് നമ്മൾ ഒരു എന്താണ് ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ അതായത് ഒരു എന്താണ് ലീനിയർ എക്സ്പ്രഷൻ ലീനിയർ പോളിനോമിൽ എന്തുണ്ട് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിൽ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളതിനെ ഫാക്ടറൈസ് ചെയ്യുക. അപ്പോൾ ഈ സ്റ്റെപ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് എന്താണ് അത് കുറച്ച് ഇതിനെപ്പറ്റി മനസ്സിലാക്കണം. ഈ ക്യൂബിക് എക്സ്പ്രഷൻ എങ്ങനെയാണ് സോൾവ് ഫാക്ടർ ആക്കുമെന്നുള്ളത് ഞാനത് സോൾവ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താ ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ട ഇവിടുത്തെ ഓൾറെഡി ഡിനോമിനേറ്ററിൽ എന്തുണ്ട് ഒരു x-1 ഉണ്ട്. ഇങ്ങനെ ഇവിടെ ഓരോ ടേംസ് ഇങ്ങനെ ക്യാൻസൽ ആയി പോകുന്നതാണെന്നുണ്ടാ. ഇവിടെ എന്തുണ്ട് ഞാൻ കാണിച്ചു ഇവിടെ ഇപ്പോൾ ഇതാ എക്സ് ക്യൂബ് -3x സ്ക്വയർ പ്ലസ് 2x. പിന്നെ ബ്യൂട്ടി കണ്ടോ അല്ലേ, ഈ x-1 ക്യാൻസലായി. നമുക്കൊരു കാര്യം ചെയ്യാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എന്താണ് ഇങ്ങനെ ഇവിടെ നിന്ന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒരു എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കും. അപ്പോൾ ഇതിനെ ഞാൻ മാറ്റി എഴുതിയിട്ട് ഇങ്ങനെ എക്സ് ഇൻറ്റു എന്താണ് ഇതിലിപ്പോൾ ഇങ്ങനെ മാറും എക്സ് സ്ക്വയർ, കാരണം എക്സ് ക്യൂബിൽ എക്സ് സ്ക്വയർ ബാക്കിയില്ല, -3x സ്ക്വയറിൽ 3x പ്ലസ് 2 ബാക്കിയില്ലത് എന്തുണ്ട്. അപ്പോൾ ഇതും കട്ടായി. ഇപ്പോൾ ഇവിടെ ഒരു 1/x ബാക്കിയുണ്ട് ഇൻറ്റു ഇതിനെ ഞാൻ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതുക, ഇതിനെങ്ങനെ ഫാക്ടറൈസ് ചെയ്യുക. അതായത് എ ഇൻറ്റു ബി എന്ന് പറയുന്നത് -4 കിട്ടണോ, എ പ്ലസ് ബി എന്ന് പറയുന്നത് എ പ്ലസ് ബി എന്നുള്ളത് -4 കിട്ടണോ, എ ബി എന്നുള്ളത് എന്ത് കിട്ടണം +3 കിട്ടണം. അത് ഏത് രണ്ട് നമ്പേഴ്സ് അത്, അതായത് കൂട്ടിയാൽ -4 കിട്ടുന്ന എന്താണ് അതിനെ രണ്ടിനും മൾട്ടിപ്ലൈ ചെയ്താൽ +3 കിട്ടുന്നത്. യെസ് ദോസ് നമ്പേഴ്സ് ആർ -1 ആൻഡ് -3. അപ്പോൾ നമ്മളതിനെ എന്താണ് ഇതൊക്കെ ആക്ച്വലി എന്താണ് 10th SSLC മാത്സ് ആണ്. അപ്പോൾ എന്താണ് കാരണം ഇതിനെ എന്താണ് പോളിനോമിയൽ ഫാക്ടറൈസേഷൻ. അപ്പോൾ എന്താ ഇത് x-1 ഇൻറ്റു x-3 ഇങ്ങനെ പറഞ്ഞിട്ട് ഫാക്ടറൈസ് ചെയ്താൽ. അപ്പോൾ ഈ എക്സ് സ്ക്വയർ -1 ഈ സാധനത്തിന് എന്താണ് അല്ല എക്സ് സ്ക്വയർ -4x + 3 x-1 ഇൻറ്റു x-3 ഡിവൈഡഡ് ബൈ എനിക്കിനി എന്ത് ചെയ്യുക ഈ പറഞ്ഞ ഞാൻ വേറെ എവിടെയെങ്കിലും ഇത് കാണിച്ചു തരാം എന്നാണ് ഈ എക്സ് സ്ക്വയർ -3x + 2 ഇതിനെ ഇനി ഫാക്ടറൈസ് ചെയ്യാലോ. അപ്പോൾ എന്താണ് അതായത് കൂട്ടിയാൽ a + b ചെയ്ത് കഴിഞ്ഞാൽ -3ഉം എ ബി ചെയ്ത് കഴിഞ്ഞാൽ 2ഉം കിട്ടുന്ന രണ്ട് നമ്പേഴ്സ്. അപ്പോൾ അതേതല്ലേ നമ്പേഴ്സാണ് എന്താണ് -1ഉം -2. നിങ്ങൾ ആലോചിച്ച് നോക്ക് x-1 ഇൻറ്റു x-2. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ട് ഇത് കിട്ടുന്നില്ല, ഞാൻ കാണിച്ചു തരാം. x ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, x ഇൻറ്റു -2 -2x, -1 ഇൻറ്റു എക്സ് -x, -1 ഇൻറ്റു -1 +1. അപ്പോൾ എന്താ എക്സ് സ്ക്വയർ -2x -x -3x +2 അതിന് കിട്ടിയല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഡിനോമിനേറ്ററിൽ x-1 ഇൻറ്റു x-2 ഇത് കണ്ടേ നിങ്ങൾ ബൂം ക്യാൻസൽ തീർന്ന് കഥ കഴിഞ്ഞ്. ഇനി ആകെ ഇനി എന്താ ബാക്കിയുള്ളത്, ഇതിന് ഈക്വൽ ടു തന്നെ ആയിട്ടില്ല. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 അവിടെ എന്താണ് ഒരു 1/x ഇൻറ്റു എന്താണ് x-3 ഇൻറ്റു എക്സ് അല്ല ഡിവൈഡ് ബൈ x-2. അവിടെ ഇതിന് നമുക്ക് ലിമിറ്റ് ഈസി ആയിട്ട് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ എന്താണ് 1/x എന്ന് പറയുമ്പോൾ 1/1 ഇൻറ്റു x-3യിൽ 1 - 3 ഡിവൈഡഡ് ബൈ x-2യിൽ 1 - 2. ഇതെന്തായാലും 1/1 എന്തായാലും 1 അതിനെക്കൊണ്ട് കാര്യമില്ല. അപ്പോൾ 1 - 3 എന്ന് പറയുമ്പോൾ -2 ഡിവൈഡഡ് ബൈ 1 - 2 എന്ന് പറയുന്നത് -1. ക്യാൻസൽ പൂം ആൻസർ ഇസ് ഈക്വൽ ടു 2. ഇത്ര ലെങ്തിയാണ് ഡേഞ്ചറസ് ക്വസ്റ്റ്യൻ. ഇത് ഞാൻ പറയില്ല കാര്യം പറയില്ല A++ ക്വസ്റ്റ്യൻ ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ എക്സാമിനല്ലേ നിങ്ങൾ കിളിവാറിപ്പോൾ അത്ര ലെവൽ കൂടി ചോദ്യം ചെയ്ത്. ഇത് വളരെ എന്താണ് എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻ എന്നൊന്നും വിശേഷിപ്പിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അടുത്ത് പോലും എത്തുന്നില്ല. LKG ലെവലാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ എൻട്രൻസ് ലെവലിൽ. പക്ഷേ ഇതൊക്കെ എന്താണ് ആക്ച്വലി ഞാൻ പഠിക്കുന്നത് എൻ്റെ എൻട്രൻസ് ലെവലിൽ ഞാൻ പഠിക്കുന്നത് ഇതൊക്കെ എന്താണ് LKG ലെവൽ പ്രോബ്ലംസ് ആയിട്ട്. അവിടെ ഇതാണ് നോർമൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം ഹൈ ലെവലാണ്. എന്തായാലും ഈ ക്വസ്റ്റിനെ ഈ പരമാവധി എന്താണ് ഇതിൽ ഫാക്ടറൈസേഷനാണ് പ്രധാനം. ഇത് ഫാക്ടറൈസേഷൻ മനസ്സിലായാലും ഈ ക്വസ്റ്റിന് ഒന്നും തൊടാനാവില്ല. അപ്പോൾ ഇത് കറക്റ്റ് ഓരോ സ്റ്റെപ്പ് മനസ്സിലാക്കുക. ഫൈനൽ ആൻസർ 2 ആണ് കിട്ടുക ഇതിൻ്റെ.